ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. 19-ാം സങ്കീർത്തനം അതിൻ്റെ 12. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ദൈവ പൈതലെ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ പലപ്പോഴും പല തെറ്റുകൾ വരാറുണ്ട് അല്ലേ? ചില പാപങ്ങൾ കടന്നു വരാറുണ്ട്. സ്തോത്രം. ചില തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ഒന്നായിരിക്കാം. അപ്പോൾ പല തെറ്റുകളും സ്തോത്രം, ചില പാപങ്ങൾ, നമ്മുടെ ചില രഹസ്യ പാപങ്ങൾ, ഇങ്ങനത്തെ പാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പലപ്പോഴും എന്താണ് ഒരു കുറ്റമറ്റ മനസ്സാക്ഷി ഇല്ലാതെ വേണം ദൈവത്തോടും അല്ലെങ്കിൽ മനുഷ്യരോടും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു രീതിയിൽ നമുക്ക് ആ ഒരു തെറ്റാണെന്ന് നമ്മൾ എത്ര പേര് അതിനെ ഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ഒരു ദിവസം തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ തെറ്റുകളെ നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കുന്നവരാണ്. തിരുവചനം ഇങ്ങനെയാണ്, സ്വന്തം തെറ്റുകളെ എന്ത് ചെയ്യണം? ഗ്രഹിക്കുന്നവൻ ആ. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണം. ഇവിടെ ഒരു ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളുണ്ട്, ചില തെറ്റുകളുണ്ട്, അതെന്നോട് എന്ത് ചെയ്യണേ? മോചിക്കണമേ എന്ന് പറയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ബർശേബ എന്ന സ്ത്രീയുമായി താൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ആ ഒരു തെറ്റ് സ്തോത്രം നാഥാൻ പ്രവാചകൻ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ട് സ്തോത്രം അവിടെ തന്നെ ദാവീദ് തൻ്റെ ഹൃദയത്തോട് എന്ത് ചെയ്യാണ്? ദൈവസന്നിധിയിൽ പകരുന്നതായിട്ട്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി. തെറ്റ് ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ വണ്ണം നിന്നു. സ്തോത്ര. പിന്നീടാണ് ഹല്ലേലൂയ നാഥാൻ പ്രവാചകനിലൂടെ ആ തെറ്റിനെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തുവാനിടയായി തീർന്നു, ബോധം വരുത്തുവാനിടയായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി അന്നേരം ചമച്ച ഒരു സങ്കീർത്തനമാണല്ലോ 51-ാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. ഈ 51-ാം സങ്കീർത്തനം ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനത്തിൽ എങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ദാവീദിന് നല്ല ഉറപ്പാണ്, ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രഹസ്യ പാപങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ, അങ്ങയുടെ ആത്മാവ് എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് എടുത്തു കളയരുതേ എന്നൊരു ആ ഒരു പ്രാർത്ഥന നമുക്കവിടെ 52-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുവാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും എത്രയൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചിലത് വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ഒരു കൂസലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ദൈവത്തിനോടും ഒരു അനുതാപത്തിൻ്റെ മനസ്സില്ലാതെ എത്ര വട്ടം നമ്മൾ കർത്തൃമേശ എടുത്തവരാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ കേട്ട് അല്ലെങ്കിൽ വെറുതെ ബൈബിള് വായിച്ച് മടങ്ങിപ്പോവാനല്ല ദൈവമക്കളെ. ദൈവം നമുക്ക് ഈ പുസ്തകം തന്നിരിക്കുന്നത്. ഈ പുസ്തകം നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ പുസ്തകം നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ മനുഷ്യരാണ്. പല സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ വരാം? ബലഹീന കാര്യങ്ങൾ സംഭവിക്കാം. എങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ. ഒരു അനുതാപത്തിൻ്റെ മനസ്സ്, ഒരു സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്ന ഒരു മനസ്സ്. പലപ്പോഴും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല, ദൈവത്തിനോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നില്ല. ഇതൊക്കെ ഭയങ്കര കഠിനമായ മനസ്സ്. ഇതെല്ലാം സാത്താൻ നമ്മുടെ ലൈഫിൽ കൊണ്ടിടുന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ, ഒരു രഹസ്യ പാപം നീ ചെയ്യുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ നീ തുടർന്ന് ഒരു പാപം നീ റിപ്പീറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവവചനം പറയാണ്, സ്വന്തം തെറ്റിനെ എന്ത് ചെയ്യുക? ഗ്രഹിക്കണം. നമ്മൾ സ്വന്തം തെറ്റുകളെ ദൈവസന്നിധി എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്തോത്രം. ഇവിടെ ദാവീദിന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് അവിടെ പറഞ്ഞത്, സ്തോത്രം, എന്നെ എന്ത് ചെയ്യണം? നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം, സ്ഥിരമായ ഒരു ആത്മാവിനാൽ എന്നെ പുതുക്കണം, രക്ഷയുടെ സന്തോഷം എനിക്ക് എന്ത് ചെയ്യണം? തിരികെ തരണമേ. കാരണം അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം തൻ്റെ തെറ്റുകളിൽ മുമ്പേ. ഹല്ലേലൂയ. അപ്പം തൻ്റെ തെറ്റുകളെ താൻ മനസ്സിലാക്കിയപ്പോൾ ദൈവസന്നിധി എന്ത് ചെയ്തു? താൻ ഇരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തില്ല? ഉപേക്ഷിക്കില്ല. നമുക്കറിയാം 32-ാം സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, അവിടെ ഒരു വചനമുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ.
അപ്പം തൻ്റെ ലംഘനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോകാൻ ചില സാഹചര്യങ്ങൾ. കർത്താവിനോട് പറ, ചില സാഹചര്യങ്ങളിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയും ചിലതൊക്കെയും സംഭവിച്ചു കർത്താവെ, അങ്ങനെ ശുദ്ധീകരിക്കണമേ, അങ്ങനെ ഇനിയും പണിയണമേ. ഒരിക്കലും തെറ്റ് കണ്ട് മനുഷ്യനല്ല ദൈവം മാറ്റി നിർത്തി. ഹല്ലേലൂയ. ഒരു ദൈവം വേണമെങ്കിൽ തൻ്റെ മക്കളെ, തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു തെറ്റ് ചെയ്താൽ താൻ സ്നേഹിക്കുന്ന മകനെ എന്ത് ചെയ്യും? യഹോവ ശിക്ഷിക്കും. പക്ഷെ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല? ആ തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്തുകയില്ല. വീണ്ടും നമ്മളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ വന്നു പോകുന്ന ഇന്നു വരെ ചില പാപങ്ങൾ ചെയ്തിട്ട് ദൈവസന്നിധി അത് ഏറ്റുപറയാതെ വണ്ണം, ആ ദൈവത്തോട് അതിനോടൊരു നിരപ്പ് പ്രാപിക്കാതെ വണ്ണം, ഹല്ലേലൂയ, തന്നെത്താൻ അത് മൂടിക്കൊണ്ട്, അല്ലെങ്കിൽ അത് തൻ്റെ തെറ്റുകളെ എപ്പോഴും സ്വയം നീതി കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന അനുഭവമുള്ളൊരു ഏതെങ്കിലും വ്യക്തി ജീവിതം എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ശുഭം വരികയില്ല. തിരുവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യ 28-13 ഇപ്രകാരം പറഞ്ഞു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ശുഭം വരികയില്ല. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ അനുഗ്രഹം അനുഭവിക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഒരു ശുഭത ഉണ്ടാകാത്ത കാരണം അതായിരിക്കാം, നിന്റെ തെറ്റുകളായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവിടെ നമുക്ക് അതാണ്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരിക. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അത് വീണ്ടും ഏറ്റുപറഞ്ഞിട്ട് വീണ്ടും ചെയ്യാതെ വണ്ണം അത് പാപത്തെ പാപമായി തന്നെ കാണണം. ഹല്ലേലൂയ. പാപം എപ്പോഴും നമ്മളെ എന്ത് ചെയ്യുക? ശത്രുവിൻ്റെ, അതായത് നമ്മളൊരു പാപം ചെയ്ത് വീണ്ടും ദൈവതേജസ് നഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റായിട്ട് പാപം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിൻ്റെ അടിമകളായി തീരും. അതാണ് സാത്താന് വേണ്ടത്. ഒരിക്കലും നമ്മൾ സാത്താൻ്റെ അടിമകളല്ല. തിരുവചനം നമുക്കറിയാം, 2 പത്രോസിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, 2:20, ഒരുത്തൻ ഏതിനോട് തോക്കുന്നു അതിന് അടിമപ്പെട്ടിരിക്കും. അപ്പോൾ ഈ അടിമ എന്ന് പറയുന്ന ആയി തീരരുത് നമ്മൾ സാത്താന്. നമ്മളെ ഓരോരുത്തരെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ സ്തോത്ര അടിമത്തത്തിൽ പോയിട്ട് അതിൽ നിന്ന് പുറത്തു വരാതെ വണ്ണം, ഹല്ലേലൂയ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ തിരുവചനം സ്തോത്രം സംസാരിക്കുകയാണ് നമ്മളോട്. എന്താണ്? എൻ്റെ പാപങ്ങളെ എന്ത് ചെയ്യുക? ഗ്രഹിച്ചുകൊണ്ട്, ഞാൻ ചെയ്തത് പാപമാണ്, ഞാൻ ചെയ്തത് ദൈവസന്നിധി വലിയൊരു തെറ്റാണ് എന്നൊരു അനുതാപത്തോടുകൂടെ ആ അപ്പൻ്റെ കരങ്ങളിലേക്ക് ആ ഹൃദയത്തെ പകരുന്നുവെങ്കിൽ നിൻ്റെ ലൈഫിൽ എന്ത് ചെയ്യും? ഒരു ശുഭത അനുഭവിക്കുവാനിടയായി തീരും. ഇപ്പോഴത്തെ ലോകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോണിൻ്റെ അകത്തും സ്തോത്രം പല രീതിയിൽ ഇപ്പോഴത്തെ യുവതലമുറകളായിക്കൊള്ളട്ടെ പലതിനും അടിമകളായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ ചർച്ചിൽ വരുമ്പോൾ മിടുക്കന്മാരാണ്, ഒരു ബൈബിൾ വായിക്കുന്ന എല്ലാം ഉണ്ട്. എങ്കിലും അവരിലും മറഞ്ഞിരിക്കുന്ന ചില രഹസ്യ പാപങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരിലും ഒളിഞ്ഞിരിക്കുന്ന ചില പാപങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദൈവത്തെ അറിയേണ്ട രീതിയിലൊന്നും അറിയാതെ വണ്ണം സ്തോത്രം മനുഷ്യരെ പ്രസാദിപ്പിച്ചു പോകുന്ന, ആർക്കും ഒരു ഇതും വരുത്താതെ വണ്ണം കൊണ്ടുപോകുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫാണ് നിൻ്റെ എങ്കിൽ സ്തോത്ര ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം നമ്മളെ ശോധന ചെയ്യുന്നുണ്ട്. ആ കർത്താവിൻ്റെ കണ്ണുകൾ നമ്മളെ തങ്ങൾ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി സദാ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ലോകത്തായിരിക്കുമ്പോഴും ഈ ലോകത്തിലെ മാതാപിതാക്കളിനോട് നമ്മളൊരു തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ വഴക്ക് പറയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. വീണ്ടും അവർ നമ്മളെ ഗുണദോഷിക്കുകയും ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. അതേപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലും നമുക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല ദൈവമക്കളെ. ദൈവം ആ ഹൃദയത്തെയാണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്, ശോധന ചെയ്യുന്നത്. അപ്പം ജീവിതത്തിൽ വരുന്ന ഏത് തെറ്റായിക്കൊള്ളട്ടെ
അതെത്ര വലിയ മഹാപാപമായിക്കൊള്ളട്ടെ, നീ ഒരുപക്ഷെ ചെയ്ത് സ്തോത്ര ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിനുള്ളിൽ ഇരുന്ന് പിശാച് പല അല്ല നിന്നെ തന്നെ കുറ്റം പറയുന്ന രീതിയിലാ നീ ഇനി ഇനി ദൈവം നിന്നെ ഉപേക്ഷിക്കും, നീ പ്രാർത്ഥിച്ചാൽ ഇനി കേൾക്കത്തില്ല, അത്ര വലിയൊരു തെറ്റാ നീ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കുറ്റബോധം തന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി പോലും ഇരിക്കാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ പുറത്തു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം നീ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ദൈവവചനം അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? പാപത്തെ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ ദൈവം പാപികൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തേക്ക് വന്നത്. എന്നെയും നിന്നെയും പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് തൻ്റെ സ്വന്തം രക്തം ചീന്തി നമ്മളെ വീണ്ടെടുത്തത്, അല്ലേ? ഹല്ലേലൂയ. ആ ദൈവത്തിന് നമ്മുടെ ലൈഫിൽ വരുന്ന ഏത് പാപത്തെയും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധീകരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ശുദ്ധീകരിച്ച് നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കുവാൻ കഴിയും. ആ നിത്യതയിലേക്ക് നമ്മൾ എത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവസന്നിധി കണ്ണുനീരൊഴുക്കി നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം ദൈവമക്കളെ. സാത്താൻ ഒരിടത്തും നമ്മൾ ഇടം കൊടുക്കരുത്. ജീവിതമാണ്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തുവരാം, വാക്കിലാലും പ്രവൃത്തിയാലും ഒക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടാകുക. അതെല്ലാം എന്ത് ചെയ്യുക? ദൈവസന്നിധി തൻ്റെ തെറ്റുകളെ ഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം വീണ്ടും ദൈവത്തിൻ്റെ തീ നമ്മളിലേക്ക് അയക്കുവാൻ ഇടയായിത്തീരും. പുത്തൻ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നമ്മളെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അവൻ്റെ 13 ഇപ്രകാരമുണ്ട്: സ്വമേധ പാപങ്ങൾ അകറ്റി അതിനെ കാക്കണമേ. ഹല്ലേലൂയ. അതേപോലെ തന്നെ അവ എൻ്റെ മേൽ വാഴരുത്. അതേ ദൈവമക്കൾ, ഒരു പാപവും നമ്മൾ വാഴാൻ സമ്മതിക്കരുത്, ഒരു രീതിയിലും ഒരു പാപവും. ഹല്ലേലൂയ. അതെല്ലാം നമ്മുടെ തന്നെ സ്തോത്ര ശക്തിയെ ക്ഷയിപ്പിച്ച് കളയും. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? തടസ്സം നിൽക്കുവാണ് പാപം ചെയ്തുകൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകൾ ഒരു തീരുമാനമെടുക്കുക. ഒരു പാപം നിൻ്റെ ജീവിതത്തിൽ വന്നു, ഹല്ലേലൂയ, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോടൊരു എഗ്രിമെൻറ്റ് ചെയ്യും, കർത്താവിനോട് ഉടമ്പടി ചെയ്യും. കർത്താവ്, ഇനി ഞാൻ ആ പാപം ചെയ്യുകയില്ല, പോവുകയും ചെയ്യുകയില്ല എന്ന ദൈവസന്നിധി ഒരു തീരുമാനങ്ങൾ എടുക്കുക. അതിനെ ഉപേക്ഷിക്കുക. എങ്കിൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? കൂടുതൽ നിന്നെ ഉപയോഗിക്കുവാനിടയായിത്തീരും. അല്ലാതെ പാപം ചെയ്തു കഴിഞ്ഞ് അതിനും കുറ്റബോധത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന അനേകരുണ്ട് ഈ ലോകത്ത്. അനേക പാപം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ കുറ്റമുള്ള മനസാക്ഷിയോടുകൂടെ ജീവിക്കുന്നത്. എങ്കിൽ അവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. എന്താണ്? നിൻ്റെ തെറ്റുകളെ സ്തോത്രം എത്ര വലിയ തെറ്റായിക്കൊള്ളട്ടെ, ഒരു തുള്ളി യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ വീണെങ്കിൽ അതിനെല്ലാം ദൈവം എന്ത് ചെയ്യും? ശുദ്ധി ഉള്ളതാക്കി തീർക്കും. നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന ലംഘനങ്ങളെ ഓരോ ദിവസവും മൂടി പോകാനുള്ളതല്ല ദൈവമക്കളെ. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? ഏറ്റുപറഞ്ഞ് അതിന് ഉപേക്ഷിക്കുന്ന ഒരു മനോഭാവം നമുക്ക് വേണം. അത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്, കർത്താവ്, ഒരു പാപവും എന്നെ വാഴരുത് അപ്പ, ഒരു പാപവും എന്നെ വാഴരുത്, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തരെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും പാപത്തിന് അടിമകളായി സ്തോത്രം പിശാചിൻ്റെ അടിമത്വത്തിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവിന് നിന്നെ വേണം. പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഈ വചനത്താൽ നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ ലംഘനങ്ങളെ നീ മറച്ചു വെച്ചാൽ നിനക്ക് ശുഭം വരികയില്ല. മുട്ടുകളെ മടക്കി ദൈവസന്നിധി നീ നിന്റെ തെറ്റുകളെ ഏറ്റുപറയുവാണെങ്കിൽ കർത്താവായ യഹോവയുടെ തൃക്കരം കൊണ്ട് നിന്നെ വീണ്ടും കർത്താവ് ഉപയോഗിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.